ഹായ് ഓൾ, ഏണസ്റ്റ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് DRDOയുടെ എക്സാമിനേഷൻ്റെ അപ്ഡേറ്റ് നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നോട്ടിഫിക്കേഷൻ പ്രകാരം ഓരോ സ്ട്രീമിലേക്കും ഏതൊക്കെ ഉദ്യോഗാർത്ഥികൾക്കും ഏതൊക്കെ യോഗ്യതയിലും എത്രയെത്ര വേക്കൻസികളുമാണ് വന്നത് എന്ന് പറയാൻ വേണ്ടിയാണ്. പൊതുവേ ഒരു നമ്പർ മാത്രമാണ് നമ്മൾ നേരത്തെ വീഡിയോയിലെങ്കിൽ പറഞ്ഞതെങ്കിൽ ഇപ്പോഴത്തെ വീഡിയോയിൽ കൃത്യമായിട്ട് ഓരോ മേഖലകളിലേക്കും എത്രയെത്ര വേക്കൻസികളാണ്, അതിൽ തന്നെ ഏതൊക്കെ യോഗ്യതയുള്ളവർക്കാണ് ഓരോരോ സെപ്പറേറ്റ് സ്ട്രീമിലും അപേക്ഷിക്കാൻ പറ്റുന്നതെന്നുള്ളതാണ് ഇന്നത്തെ ഡീറ്റെയിൽഡ് വീഡിയോയിലുള്ളത്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ പൂർണ്ണമായിട്ടും നിങ്ങൾ കാണാൻ ശ്രദ്ധിക്കുക. ആദ്യമായിട്ട് ഇതിന്റെ അഡ്വർടൈസ്മെന്റ് നമ്പർ എന്ന് പറയുന്നത് CEPTAM 11 എന്ന് പറയുന്ന നമ്പറിലാണ് വന്നിരിക്കുന്നത്. നോട്ടിഫിക്കേഷൻ പ്രകാരം ഇതിന്റെ ക്രൂഷ്യൽ ഡേറ്റ് എന്ന് പറയുന്നത് ആപ്ലിക്കേഷൻ വിൻഡോ ഓപ്പൺ ആവുന്നത് 11/12/2025, ക്ലോസ് ചെയ്യുന്നത് 1/1/2026. ഇതിൽ പറയുന്ന ഏജും ബാക്കിയുള്ള കാര്യങ്ങളുമൊക്കെ 1/1/2026 അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കും. നിങ്ങൾ വിദ്യാഭ്യാസ യോഗ്യതയെ പറ്റി മെൻഷൻ ചെയ്യുന്നതും ഒപ്പം തന്നെ നിങ്ങളുടെ പ്രായവും ഒക്കെ കണക്കാക്കുന്നത് ഈ ഒരു ദിവസത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. അപ്പോൾ നമുക്ക് ഓരോരോ പോസ്റ്റുകളിലേക്ക് നോക്കാം. ആദ്യമായിട്ട് സീനിയർ ടെക്നിക്കൽ അസിസ്റ്റന്റ് ഗ്രൂപ്പ് B നോൺ ഗസറ്റഡ് എന്ന് പറയുന്ന ഒരു പോസ്റ്റിനെ പറ്റിയാണ് നമ്മൾ നോക്കുന്നത്. ഇതിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള സ്ട്രീമുകളുണ്ട്, അവ ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. അതിൽ ആദ്യമായിട്ട് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് സ്ട്രീമാണ്. ഈ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് സ്ട്രീമിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് വേണ്ടത് ഡിപ്ലോമ ഇൻ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ടെക്നോളജിയാണ്. ഈ ഒരു മേഖലയിൽ നിങ്ങൾക്ക് AICTE അംഗീകരിച്ചിട്ടുള്ള ഒരു ഡിപ്ലോമ അല്ലെങ്കിൽ ടെക്നോളജിയിൽ നിങ്ങൾക്ക് യോഗ്യത ഉണ്ടെങ്കിൽ ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. മൊത്തം 3 വേക്കൻസികളാണ് ഈ ഒരു പോസ്റ്റിലുള്ളത്. അടുത്തത് കെമിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. ഈ കെമിക്കൽ എഞ്ചിനീയറിംഗിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ വേണ്ടത് ഡിപ്ലോമ ഇൻ കെമിക്കൽ എഞ്ചിനീയറിംഗ് ആണ് അല്ലെങ്കിൽ ടെക്നോളജി. ഇത് നിങ്ങൾ AICTE മാനദണ്ഡത്തിൽ തന്നെ നേടിയിരിക്കണം. ടോട്ടൽ 15 വേക്കൻസികളാണ് ഇവിടെ ഉള്ളത്. അടുത്തതായിട്ട് കെമിസ്ട്രി ആണ്. കെമിസ്ട്രിയിൽ നിങ്ങൾക്ക് BSc ഡിഗ്രി മാത്രം മതിയാവും. ഓർക്കുക, നിങ്ങൾക്ക് PG ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾക്ക് ഈ പോസ്റ്റിൽ അപ്ലൈ ചെയ്യാൻ പറ്റുകയില്ല. ഇത് 22 വേക്കൻസികളാണ് നിലവിലുള്ളത്. അടുത്തത് സിവിൽ എഞ്ചിനീയറിംഗ് ആണ്. സിവിൽ എഞ്ചിനീയറിംഗിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റുന്നത് ഡിപ്ലോമ സിവിൽ എഞ്ചിനീയേഴ്സിന് മാത്രമാണ്. BTech ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ ഒക്കില്ല. ഇത് 11 വേക്കൻസികളാണ്. നിങ്ങൾ ഓർക്കുക, ഈ പോസ്റ്റുകളിലൊക്കെ തന്നെ BTech അതിന് മുകളിലേക്ക് PG ഡിഗ്രി ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പോസ്റ്റുകളിലൊന്നും അപേക്ഷിക്കാൻ പറ്റില്ല. ഡിപ്ലോമ അല്ലെങ്കിൽ BSc ഈ യോഗ്യത ഉള്ളവർക്ക് മാത്രമാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. അടുത്തതായിട്ട് കമ്പ്യൂട്ടർ സയൻസ് ആണ്. ഇവിടെ ഓർത്തിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇവിടെ BCA ഡിഗ്രിയും MCA ഡിഗ്രിയും ഉള്ളവർക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ ഒക്കുകയില്ല. ഇവിടെ കമ്പ്യൂട്ടർ സയൻസിലേക്ക് വേണ്ടത് ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ഓർ ടെക്നോളജി ഓർ കമ്പ്യൂട്ടർ സയൻസ് ഓർ ഇൻഫർമേഷൻ ടെക്നോളജി. ഇത് AICTE മാനദണ്ഡത്തിൽ അപ്രൂവ്ഡ് ആയതായിരിക്കണം. ഈ ഒരു യോഗ്യതയുള്ളവർക്ക് മാത്രമേ അപേക്ഷിക്കാൻ കഴിയുകയുള്ളൂ. അതിന് 160 വേക്കൻസികളാണ് നിലവിലുള്ളത്. അടുത്തത് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്കൽ എഞ്ചിനീയർ ആണ്. ഇതിലേക്ക് വേണ്ടത് ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ഓർ ടെക്നോളജി. ഇവിടെയും നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട്, നിങ്ങൾക്ക് BTech ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും അപ്ലൈ ചെയ്യാൻ പറ്റില്ല. 11 വേക്കൻസികളാണ് ഇവിടെയുള്ളത്. അടുത്തത് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ടോട്ടൽ 47 വേക്കൻസിയാണ്. അതിനും അപ്ലൈ ചെയ്യാൻ വേണ്ട യോഗ്യത ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. അടുത്തതായിട്ട് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ഓർ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ഓർ ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ആണ്. ഇവിടെ 111 വേക്കൻസികളാണ്. ഇവിടെയും ഡിപ്ലോമ ഉള്ളവർക്ക് മാത്രമേ അപേക്ഷിക്കാൻ പറ്റുകയുള്ളൂ. BTech ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ ഒക്കില്ല. അടുത്തതായിട്ട് ജിയോളജി ആണ്. ഈ ഒരു ജിയോളജി പോസ്റ്റിലേക്ക് അപേക്ഷിക്കുവാൻ നിങ്ങൾക്ക് BSc ഡിഗ്രി ഇൻ ജിയോളജി ഫ്രം റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയാണ് പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് MSc ഉണ്ടാവാൻ പാടില്ല. ഒരു വേക്കൻസി മാത്രമാണ് നിലവിലുള്ളത്. അത് EWSന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നതാണ്. അടുത്തതായിട്ട് ഇൻസ്ട്രുമെന്റേഷൻ എഞ്ചിനീയറിംഗ് ആണ്. ഇൻസ്ട്രുമെന്റേഷൻ എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമ ഇൻ ഇൻസ്ട്രുമെന്റേഷൻ ആണ്, അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റേഷൻ ഓർ കൺട്രോൾ ഓർ ഇൻസ്ട്രുമെന്റേഷൻ പ്രോസസ് കൺട്രോൾ എഞ്ചിനീയറിംഗ്. ഇവയിൽ ഏതെങ്കിലുമാണ് നിങ്ങൾക്ക് വേണ്ടത്. 6 വേക്കൻസികളാണ് നിലവിലുള്ളത്. അടുത്തതായിട്ട് ഇൻസ്ട്രുമെന്റേഷൻ ഓർ ഇലക്ട്രോണിക് എഞ്ചിനീയറിംഗ് ആണ്. ഇവിടെ 2 വേക്കൻസികളാണ് ഉള്ളത്. ഇതിനും യോഗ്യത എന്ന് പറയുന്നത് ഡിപ്ലോമ ഇൻ ഇൻസ്ട്രുമെന്റേഷൻ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ആണ്. അടുത്തതായിട്ട് ലൈബ്രറി സയൻസ് ആണ്. ലൈബ്രറി സയൻസിൽ ഡിഗ്രിയാണ് അടിസ്ഥാന യോഗ്യത. ഡിഗ്രി ഇൻ കൺസേൺഡ് വിഷയത്തിൽ, അതായത് ലൈബ്രറി സയൻസിൽ നിങ്ങൾക്ക് അടിസ്ഥാനമായിട്ടുള്ള ഡിഗ്രി യോഗ്യത മാത്രം മതിയാവും. പോസ്റ്റ് ഗ്രാജുവേഷനോ അതിന് മുകളിലോ ഉള്ള യോഗ്യത ഇവിടെ കൺസിഡർ ചെയ്യുന്നതല്ല. അടുത്തതായിട്ട് മാത്തമാറ്റിക്സ് ആണ്. ഇവിടെയും BSc ഡിഗ്രിയാണ് അടിസ്ഥാന യോഗ്യതയായിട്ട് കൺസിഡർ ചെയ്യുന്നത്. അടുത്തതായിട്ട് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. ഇവിടെ ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഓർ ടെക്നോളജി, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഓർ ടെക്നോളജി ഇവയൊക്കെ ഇതിൻ്റെ യോഗ്യതയായിട്ട് പരിഗണിക്കുന്നതായിരിക്കും. 127 വേക്കൻസികൾ നിലവിലുണ്ട്. അടുത്തതായിട്ട് മെറ്റലർജിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. മെറ്റലർജിക്കൽ എനർജിയിൽ ഡിപ്ലോമയാണ് അടിസ്ഥാന യോഗ്യതയായിട്ട് വരുന്നത്. ഇവിടെയും BTech പറ്റില്ല, ഡിപ്ലോമ മാത്രമുള്ളവർക്കേ പറ്റുകയുള്ളൂ. 12 വേക്കൻസികളാണുള്ളത്.
അടുത്തത് ഫിസിക്സ് ആണ്. ഫിസിക്സിന് BSc ഡിഗ്രി ഇൻ ഫിസിക്സ് ഫ്രം റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയാണ് പറയുന്നത്. 18 വേക്കൻസികൾ നിലവിലുണ്ട്. അടുത്തതായിട്ട് സൈക്കോളജിയാണ്. സൈക്കോളജിയിൽ BSc ഡിഗ്രി ഇൻ സൈക്കോളജിയാണ് അടിസ്ഥാന യോഗ്യത. 4 വേക്കൻസികളാണുള്ളത്. അങ്ങനെ മൊത്തം 561 വേക്കൻസികൾ ഈ പോസ്റ്റുകളിലെല്ലാമായിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ടെക്നീഷ്യൻ A എന്ന് പറയുന്ന പോസ്റ്റാണ്. ഇത് ഗ്രൂപ്പ് സിയിൽ വരുന്ന നോൺ ഗസറ്റഡ് പോസ്റ്റാണ്. ഇവിടെ ആദ്യമായിട്ട് ബുക്ക് ബൈൻഡർ എന്ന് പറയുന്ന പോസ്റ്റാണ്. ഇവിടെ മൊത്തത്തിൽ ഉള്ള വേക്കൻസികൾ എന്ന് പറയുന്നത് OBCക്ക് ഒരു വേക്കൻസി മാത്രമാണ്. 10ാം ക്ലാസ് പാസ്സായ ശേഷം ബുക്ക് ബൈൻഡർ മേഖലയിൽ നിങ്ങൾക്ക് നേടിയിരിക്കുന്ന ITA NCVT സർട്ടിഫിക്കറ്റ് ആണ് അടിസ്ഥാനം, അല്ലെങ്കിൽ NDA സർട്ടിഫിക്കറ്റ് ആണ് ഇതിന്റെ അടിസ്ഥാനം. അടുത്തത് കമ്പ്യൂട്ടറാണ്. കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെട്ട് 10ാം ക്ലാസ് പാസ്സായ ശേഷം നിങ്ങൾ നേടിയിരിക്കുന്ന ITA ഈ ഒരു മേഖലയുമായി ബന്ധപ്പെട്ട യോഗ്യത ഉണ്ടായിരിക്കണം. അതിന് നാഷണൽ സർട്ടിഫിക്കറ്റ് നിങ്ങളിൽ നിന്ന് കരസ്ഥമാക്കാൻ കഴിഞ്ഞിരിക്കണം. അടുത്തത് CNC ഓപ്പറേറ്റർ ആണ്. ഇതും 10ാം ക്ലാസ് പാസ്സായ ശേഷമുള്ള CNCയിൽ അല്ലെങ്കിൽ നാഷണലൈസ് സർട്ടിഫിക്കറ്റ് ആണ് ഇവിടെയും വേണ്ടത്, IT അടിസ്ഥാന യോഗ്യതയായിട്ടുള്ളത്. അടുത്തത് COPA ആണ്. 10ാം ക്ലാസ് യോഗ്യത നേടിയ ശേഷം കൺസേൺഡ് മേഖലയിൽ നിങ്ങൾ നേടിയിരിക്കുന്ന ITA ആണ് ഇവിടെയും അടിസ്ഥാന യോഗ്യതയായിട്ട് വരുന്നത്. അടുത്തത് ഡ്രാഫ്റ്റ്മാൻ ആണ്. ഡ്രാഫ്റ്റ്മാൻ മെക്കാനിക്കലിന് അടിസ്ഥാന യോഗ്യതയായിട്ട് വരുന്നത് 10ാം ക്ലാസ് യോഗ്യത ശേഷമുള്ള ഈ ഡ്രാഫ്റ്റ്മാൻ റിലേറ്റഡ് ആയിട്ടുള്ള ITA ഡിഗ്രിയാണ്. അടുത്തത് ഇലക്ട്രീഷ്യൻ ആണ്. ഇതും 10ാം ക്ലാസ് യോഗ്യത നേടിയ ശേഷം മാത്രമേ ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ പറ്റുകയുള്ളൂ. അതിന് 30 വേക്കൻസികളാണ് ഇലക്ട്രിക്കൽ മേഖലയുമായി ബന്ധപ്പെട്ട് വരുന്നത്. ഇവിടെ അടിസ്ഥാനപരമായിട്ട് NCVT സർട്ടിഫിക്കറ്റ് ആണ് ഇലക്ട്രിക്കൽ മേഖലയുമായി ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് മസ്റ്റായിട്ട് ഉണ്ടായിരിക്കണം. അടുത്ത ഇലക്ട്രോണിക്സ് ആണ്. ഇലക്ട്രോണിക്സിന് ടോട്ടൽ വേക്കൻസി 31 ആണ്. അതും 10ാം ക്ലാസ് നേടിയ ശേഷമുള്ള ITA സർട്ടിഫിക്കറ്റ് ആണ് ഇവിടെ അടിസ്ഥാനമായിട്ട് വേണ്ടത്. ഈ ഒരു മേഖലയുള്ളവർക്കും ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അടുത്തത് ഫിറ്റർ ആണ്. ഫിറ്ററിനും 10ാം ക്ലാസ് യോഗ്യത നേടിയ ശേഷം റിലേറ്റഡ് മേഖലയിൽ നിന്ന് നേടിയിരിക്കുന്ന ITA യോഗ്യതയാണ് വേണ്ടത്. ഇതിൽ മൊത്തം വേക്കൻസികളുടെ എണ്ണം 25 ആണ്. അടുത്തത് മെഷീനിസ്റ്റ് എന്ന് പറയുന്ന മേഖലയാണ്. മെഷീനിസ്റ്റ് എന്ന് പറയുന്ന സ്ട്രീമിലേക്ക് 10ാം ക്ലാസ് യോഗ്യതയ്ക്ക് ശേഷം നേടിയിരിക്കുന്ന ITA ഡിഗ്രിയാണ് വേണ്ടത്. ഇവിടെയും മൊത്തം നമ്പർ ഓഫ് വേക്കൻസി 12 എണ്ണമാണ്. അടുത്തത് മെക്കാനിക്കാണ്. മോട്ടോർ വെഹിക്കിൾ എന്നൊരു പ്രത്യേക സെക്ഷനാണ്. ഇവിടെ 10ാം ക്ലാസ് യോഗ്യതയ്ക്ക് ശേഷം നേടിയിരിക്കുന്ന റെക്കഗ്നൈസ്ഡ് ബോർഡിൽ നിന്നോ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നോ കരസ്ഥമാക്കിയിരിക്കുന്ന ITA ആണ്. അത് മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ ട്രേഡിൽ തന്നെ ഉണ്ടായിരിക്കണം. 7 വേക്കൻസിയാണ് നിലവിലുള്ളത്. അടുത്തത് ഒപ്റ്റിക്കൽ വർക്കറാണ്. ഇതിന് നിങ്ങൾക്ക് വേണ്ടത് ഒപ്റ്റിക്കൽ വർക്കർ ട്രേഡിൽ നിങ്ങൾക്ക് നേടിയിരിക്കുന്ന ITA ആണ്. 10ാം ക്ലാസ് യോഗ്യതയ്ക്ക് ശേഷം വേണ്ടത് 2 വേക്കൻസികളാണുള്ളത്. അടുത്തത് ഫോട്ടോഗ്രാഫർ ആണ്. ഇവിടെയും 10ാം ക്ലാസ് യോഗ്യതയ്ക്ക് ശേഷം നേടിയിരിക്കുന്ന ഡിജിറ്റൽ ഫോട്ടോഗ്രാഫർ ട്രേഡിലുള്ള യോഗ്യതയാണ്. 5 വേക്കൻസികളാണ് നിലവിലുള്ളത്. അടുത്തത് ഷീറ്റ് മെറ്റൽ വർക്കറാണ്. ഇവിടെ ടോട്ടൽ 3 വേക്കൻസികളാണ്. ഷീറ്റ് മെറ്റൽ മേഖലയിൽ നിങ്ങൾക്ക് ITA യോഗ്യത നേടണം 10ാം ക്ലാസ്സിന് ശേഷം. അടുത്തത് സർവേയർ ആണ്. സർവേയർ ITA യോഗ്യത സർവേയറിൽ നേടിയിരിക്കണം. 10ാം ക്ലാസ്സിന് ശേഷം 1 വേക്കൻസിയാണ് നിലവിലുള്ളത്. അടുത്തത് ടെർണർ ആണ്. ടെർണർ വേക്കൻസിയിൽ നിലവിലുള്ളത് ITA ഇൻ ടെർണർ ട്രേഡിൽ 10ാം ക്ലാസ്സിന് ശേഷം നേടിയിരിക്കുന്ന യോഗ്യതയാണ്. നിലവിൽ 8 വേക്കൻസിയാണുള്ളത്. അടുത്തത് വെൽഡർ ആണ്. വെൽഡറിൽ നിങ്ങൾക്ക് വേണ്ടത് ITA യോഗ്യത വെൽഡറിൽ നിന്നുള്ള പോസ്റ്റാണ്. 11 വേക്കൻസികളാണുള്ളത്. അങ്ങനെ മൊത്തം 203 വേക്കൻസികളാണ് എല്ലാ പോസ്റ്റുകളിലുമായിട്ട് നിലവിലുള്ളത്. ഇനിയും ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനുള്ള പ്രായപരിധി പറയാം. അടിസ്ഥാനപരമായിട്ട് 1/1/26 കണക്കാക്കിയാണ് പറയുന്നത്. 18 വയസ്സ് മുതൽ 28 വയസ്സ് വരെയുള്ള പ്രായമുള്ളവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുന്നത്. OBCക്ക് 3ഉം SC/STക്ക് 5ഉം വീതം പ്രായത്തിൽ ഇളവ് ലഭിക്കുന്നതാണ്. ഇനിയും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാ പോസ്റ്റിനും മൾട്ടിപ്പിൾ ആയിട്ട് അപേക്ഷിക്കാൻ കഴിയുന്നതാണ്. പക്ഷേ നിങ്ങൾക്ക് നിർദ്ദിഷ്ട യോഗ്യതകൾ ഉണ്ടായിരിക്കണമെന്നത് പ്രിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. ഇതില്ലാത്ത പക്ഷം നിങ്ങൾക്ക് അപേക്ഷിക്കാൻ കഴിയുന്നില്ല. മാത്രവുമല്ല, നിങ്ങൾക്ക് ഒന്നിലധികം പോസ്റ്റിൽ അപേക്ഷിക്കുമ്പോൾ ഏതെങ്കിലും ഒരു പോസ്റ്റിന്റെ എക്സാമിനേഷൻ ഒരുമിച്ച് വരുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പോസ്റ്റിന് മാത്രമേ എക്സാം എഴുതാൻ കഴിയുകയുള്ളൂ. അപേക്ഷിക്കുമ്പോൾ 2 പോസ്റ്റിന് ഫീ അടയ്ക്കേണ്ടതുമാണ്. എന്നാൽ ഒരു പരീക്ഷ എഴുതുമ്പോൾ ഒരു പോസ്റ്റിന്റെ മാത്രം പേയ്മെന്റ് മാത്രമേ നിങ്ങൾക്ക് റീഫണ്ട് ലഭിക്കുകയുള്ളൂ. മറ്റേ പേയ്മെന്റ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകുന്നതാണ്. അതുകൊണ്ട് തന്നെ ആലോചിച്ച് നിങ്ങൾ അപേക്ഷിക്കുക. ഇനി ആപ്ലിക്കേഷൻ ഫീ ആണ്. ഈ ആപ്ലിക്കേഷൻ ഫീ എന്ന് പറയുന്നത് കഴിഞ്ഞ തവണത്തെ വീഡിയോയിൽ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. എങ്കിൽ കൂടി പറയാം. 250ഉം 100ഉം വീതമാണ് ഫീ വരുന്നത്. എന്നാൽ നിങ്ങൾ 500 രൂപ വീതം ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് പോലെ നൽകേണ്ടതുണ്ട്. ഈ ഒരു ഫീ നിങ്ങൾക്ക് റീഫണ്ടബിൾ ആയിട്ട് ലഭിക്കുന്നതാണ്. എന്നാൽ സ്ത്രീകളും SC/ST വിഭാഗവും എക്സാം ഫീ ആയിട്ടുള്ള 250 രൂപയും 100 രൂപയും അടയ്ക്കേണ്ടതില്ല. മറിച്ച് റീഫണ്ടബിൾ ആയിട്ടുള്ള 500 റുപ്പീസ് മാത്രം അടച്ചാൽ മതി. എക്സാം എഴുതാത്ത പക്ഷം ആ പൈസ നിങ്ങൾക്ക് തിരിച്ചു ലഭിക്കുന്നതുമല്ല. എല്ലാവരും ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കുമെന്ന് കരുതുന്നു. ഈ ഒരു പോസ്റ്റുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാവുന്നതോ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഇതിന്റെ കോഴ്സ് ഏണസ്റ്റ് അക്കാഡമിയിൽ അവൈലബിൾ ആണ്. എല്ലാവർക്കും കൃത്യമായും വ്യക്തമായും പഠിച്ച് DRDO എന്ന് പറയുന്ന വലിയ എക്സാമിനേഷൻ തയ്യാറെടുക്കുവാനുള്ള എല്ലാ രീതിയിലുള്ള ഗൈഡൻസും ഏണസ്റ്റ് അക്കാഡമി പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് ഒരുമിച്ച് മുമ്പോട്ട് പോകാം. എല്ലാവർക്കും വിജയാശംസകൾ. മറ്റൊരു വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.